ഒരു പ്രദേശത്ത് 15ഓളം കരിങ്കൽ ക്വാറികൾ. ഇതൊന്നു പൊട്ടിയാൽ ഒരുപക്ഷെ ഈ പ്രദേശമാകെ തന്നെ ഇല്ലാതാകാം. കൂത്തുപറമ്പ് വട്ടിപ്രം എന്ന സ്ഥലത്തെ ജനങ്ങൾ ഓരോ ദിനവും തള്ളി നീക്കുന്നത് ഭയത്തോടെയാണ്. 1.5 വർഷം മുൻപ് ക്വാറ പൊട്ടിയപ്പോഴുണ്ടായ ഭീകര നിമിഷങ്ങൾ ഇവരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. വലിയൊരു മല മറിഞ്ഞു വരുന്ന പോലെ അപ്പോൾ ഞാനെടുത്ത് മറിഞ്ഞു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കോറ പൊട്ടിയിട്ട് വലിയ ശബ്ദത്തോടു കൂടി പാറക്കല്ലും വെള്ളവും അവിടുന്ന് മാറ്റി എത്തുമ്പോഴത്തേക്ക് സാധനം പൊട്ടിയിട്ട് വെള്ളത്തിൻ്റെ മണ്ണിനെപ്പറ്റി നമ്മൾ ഒലിച്ചു പോയി. മണ്ണിൻ്റെ വെള്ളത്തിനെപ്പറ്റി നമ്മൾ ഒലിച്ചു പോയി. 1.5 വർഷം മുമ്പുണ്ടായ കോറി ദുരന്തത്തിന്റെ ഞെട്ടൽ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു. ദുരന്തം മുഖാമുഖം കണ്ടെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ഇവർ. എന്നാൽ ഏതു നിമിഷവും വൻ ദുരന്തമുണ്ടാകുമെന്ന ചങ്കിടിപ്പ് പ്രദേശവാസികൾക്ക് ഇപ്പോഴുമുണ്ട്. കോറികളിലുള്ള വെള്ളം മാത്രം 30 മുതൽ 40 അടിയുടെ മുകളിലാണ്. കരിങ്കൽ കോറിയുടെ മൊത്തത്തിലുള്ള നീളം 10 മടങ്ങാണ്. കോറിയുടെ ഒരു ഭാഗം പൊട്ടി വെള്ളത്തിൽ വീണ് വെള്ളവും മണ്ണും കരിങ്കല്ലുമടക്കം ഒരു തെങ്ങിന്റെ ഉയരത്തിനേക്കാൾ മുകളിലൂടെയാണ് ഇവരുടെ വീടുകളിൽ പ്രളയപ്രവാഹം എത്തിയത്. മണ്ണിനും വെള്ളത്തിനുമൊപ്പം ഒഴുകിപ്പോയവരാണ് മാവുള്ളകണ്ടി വീട്ടിലെ ബാബുവും ലീലയും. ജീവന് വേണ്ടി മല്ലിട്ടവർ. ഇവർക്കുള്ളതെല്ലാം നഷ്ടമായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ. ഗവൺമെന്റിൽ നിന്നും 1,20,000 രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഇപ്പോഴും ആ തുക ഉപയോഗിച്ച് എന്തു ചെയ്യാനാണ് എന്ന ചോദ്യമാണ് മുന്നിലുള്ളത്. കന്നുകാലികളെ വളർത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമാണ് ഇവരുടെ ഉപജീവന മാർഗം. വാടക വീട്ടിലാണ് ഇപ്പോഴും താമസം. തങ്ങൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നും കോറികൾ മണ്ണിട്ട് മൂടണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ പൊട്ടി വീണ് അപ്പാടാന്ന് വലിയൊരു മല മറിഞ്ഞു വരുന്ന പോലെ അപ്പാട് ഞാനെടുത്ത് മറിഞ്ഞിന്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കോറയുടെ വേണ്ട, ഞാനതാ പറയുന്നത്. ഇനി വേണ്ടയാൾക്ക് വേണ്ടിക്കില്ല, ഞമ്മക്ക് വന്ന പോലത്തെ ദുരന്തം ഇനി ഒരാൾക്കും വരരുത്. കോറ മണ്ണിട്ട് പൂട്ടണമെന്നാ ഞാൻ പറയുന്നത്. ഇനി ആരെ അഭിപ്രായമൊന്നും ഞാൻ അറിയില്ല. എൻ്റെ ഞാൻ പറയുന്നു കോറ വേണ്ട. 2024 ജൂലൈ 21 പുലർച്ചെയായിരുന്നു വട്ടിപ്രത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. കോറയിൽ നിന്നും 200 മീറ്റർ താഴെയാണ് നീലാഞ്ചനത്തിൽ ടി പ്രണീതിന്റെ വീട്. ഉറക്കത്തിനിടെ വീടിന്റെ വാർപ്പ് പൊട്ടി വെള്ളവും പാറക്കല്ലും മുറിയിലേക്ക് പതിച്ച് വീടിന്റെ ഉള്ളിൽ ഗർത്തം രൂപപ്പെട്ടു. അപകടത്തിൽ വീട് ഭാഗികമായി തകർന്നതിനോടൊപ്പം ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയും തകർന്നു. ദുരന്തം നടന്നിട്ട് ഏറെ കഴിഞ്ഞിട്ടും ശാശ്വത പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല. പുലർച്ചെ 5:15 ഇത് സംഭവിച്ചിന്. കോറ പൊട്ടിയിട്ട് വലിയ ശബ്ദത്തോടു കൂടി പാറക്കല്ലും വെള്ളവും കാര്യങ്ങളെല്ലാം വരികഴിഞ്ഞ്. അപ്പോൾ എൻ്റെ വീട് 2 ബെഡ്റൂം തകർന്ന്, സ്റ്റെയർ കേസ് റൂം തകർന്ന്, പിന്നെ വിറക് വരെയുണ്ടായിരുന്നു അത് തകർന്ന്, എല്ലാം തകർന്ന്. എൻ്റെ ഓട്ടോ പകുതിയിൽ കൂടി മുറിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് നമ്മളിപ്പോൾ ലോണെല്ലാം എടുത്തിട്ട് ഇങ്ങനെ 2 നെല്ലി എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെതായ സാമ്പത്തിക സഹായം ഇതുവരെ അതിന് തന്നില്ല. പഞ്ചായത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 20 വർഷം മുമ്പ് പ്രവർത്തനം നിർത്തി ഉപേക്ഷിക്കപ്പെട്ട 15ഓളം കോറികളാണ് വട്ടിപ്പുറത്തുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി പഠനം നടത്തിയെങ്കിലും തുടർ നടപടികൾ നടപ്പായില്ല. കോറികൾ നികത്തി അപകടരഹിതമാക്കണമെന്നാണ് പ്രദേശവാസിയായ സദാനന്ദൻ പറയുന്നത്. വട്ടിപ്പുറം പ്രദേശത്ത് 15ഓളം കോറകൾ ഇപ്പം നിലവിൽ ഉണ്ട്. പണിയൊന്നും നടക്കാത്ത രീതിയിൽ ജീർണാവസ്ഥയിലാണ് കോറകളൊക്കെ ഉള്ളത്. ഓരോ മഴക്കാലം വരുമ്പോഴും പ്രദേശത്തെ കോറക്ക് പരിസരം താമസിക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണി നിലനിൽക്കുകയാണ്. ഓരോ വർഷവും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ വർഷം പരിഹരിക്കും എന്നുള്ളതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അധികൃതർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഴക്കാലം വരികയാണ്. വട്ടിപ്രത്തെ കരിങ്കൽ കോറകൾ അപകട ഭീഷണി ഉയർത്തിയിട്ട് കാലങ്ങളേറെയായി. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഇന്നും നെഞ്ചിടിപ്പാണ്. എത്രയും വേഗം ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ. വട്ടിപ്രത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജേഷ് കെ റിജുവിനോടൊപ്പം റിപ്പോർട്ടർ നീതു ഷമൽ, ന്യൂസ് സൈറ്റ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും.
പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.